മലപ്പുറം എളങ്കൂരിലെ വിഷ്ണുജിയുടെ ആത്മഹത്യയിൽ പ്രതിയായ ഭർത്താവ് പ്രഭിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭർത്തൃവീട്ടിൽ വിഷ്ണുജ ജീവനൊടുക്കിയത്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, വാർത്തയുടെ വിശദാംശങ്ങൾ. ദിവ്യ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് പ്രഭിനെ റിമാൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് പ്രഭിൻ ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ മഞ്ചേരിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെ തള്ളിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജ എന്ന 25-കാരി എളങ്കൂരിലെ ഭർത്തൃവീട്ടിൽ മരിക്കുന്നത്. ഇതിൽ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന്, അതായത് പ്രഭിന്റെ ഭാഗത്ത് നിന്ന് വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് വിഷ്ണുജ ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ ആരോപണത്തിന് പിന്നാലെയാണ് പ്രഭിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്ത്രീപീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെ റിമാൻഡിലാവുകയായിരുന്നു. ഇനിയിപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഭിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. വിഷ്ണുജിയുടെ ആത്മഹത്യാ കേസിലാണ് ഭർത്താവ് പ്രഭിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. വിവരങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.